അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൊള്ളിപ്പൻ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഹായ് ചങ്കുകളെ, ഇന്ന് നിങ്ങളുടെ മുൻപിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നതാണ്. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം MJ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരുപാട് ഔഷധ ഫലങ്ങളുള്ള നമ്മുടെ അവക്കാഡോയെ കുറിച്ചാണ്. അവക്കാഡോ ബട്ടർ എന്നൊക്കെ ഇതിന് പറയും. പക്ഷെ നമ്മൾ പലർക്കും അറിയില്ല ഈ അവക്കാഡോ ജ്യൂസ് എന്താണ്, അവക്കാഡോ ഷേക്ക് എന്താണ്, അവക്കാഡോ ഫ്രൂട്ട് തന്നെ എന്താണ് എന്ന് ചിലപ്പോൾ നമ്മൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. ജ്യൂസ് കൂടുതൽ കുടിക്കുന്നവരോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ കൂടുതൽ പോകുന്നവർക്കൊക്കെ പരിചയമുള്ള ഒന്ന് തന്നെയാണ് അവക്കാഡോ എന്നുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അവക്കാഡോ ഫ്രൂട്ട്. അതിലും കൂടുതൽ ഔഷധ ഫലങ്ങളുള്ള ഒന്നും കൂടിയാണ് അവക്കാഡോ ഫ്രൂട്ട്. അവക്കാഡോ ഫ്രൂട്ട് ഡെയിലി കഴിക്കുക, അവക്കാഡോ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ അവക്കാഡോ ഫ്രൂട്ട് കഴിക്കുക. ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ അവക്കാഡോ ഫ്രൂട്ട് നൽകുന്നുണ്ട്. ഒന്ന്, നമ്മുടെ സൗന്ദര്യം. ആ സൗന്ദര്യം നല്ല തിളക്കമുള്ളതായിട്ട്, നല്ല ഒരു എണ്ണമഴുപ്പൊക്കെ ഉള്ളതായിട്ട്, നല്ല പൊളിപ്പനായിട്ട് നല്ലൊരു സൗന്ദര്യം നമുക്ക് ലഭിക്കും. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പാടുകൾ, ഈ ചുവന്ന പാടുകൾ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട പാടുകളൊക്കെ നമ്മുടെ മുഖത്തിലും ത്വക്കിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന പാടുകൾ, അതൊക്കെ നീങ്ങിക്കിട്ടാൻ നല്ല പൊളിപ്പൻ ഔഷധമാണ് അവക്കാഡോ. അവക്കാഡോയുടെ ഓയിലുമുണ്ട്, മറ്റൊരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ക്യാൻസറുകൾ തടയാൻ അവക്കാഡോ ബെറ്ററാണ്. ഇത്രയൊക്കെയാണ് അവക്കാഡോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മൾ അടിക്കാൻ പോകുന്നത് അവക്കാഡോ ഷേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അവക്കാഡോ ഷേക്ക് അടിക്കാം, അപ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ കടയിൽ കിട്ടുന്ന അതേ രൂപത്തിൽ അവക്കാഡോ ഷേക്ക് അടിക്കുക എന്ന് നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ നമ്മൾ അവക്കാഡോ ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്, അവക്കാഡോ എടുത്തിട്ടുണ്ട്, ബട്ടർ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ടപ്പാൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗർ, കട്ടപ്പാൽ, അവക്കാഡോ, ഇത് മൂന്നുമാണ് നമ്മൾ അവക്കാഡോ ഷേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ അവക്കാഡോ 1 കിലോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആ 1 കിലോനിട്ടാണ്ട് ജ്യൂസ് അടിക്കരുത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് കടയിൽ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവക്കാഡോ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുരു ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അവക്കാഡോയുടെ ഇങ്ങനെ ഈ ഒരു കാണുന്ന രൂപത്തിൽ തന്നെ അവക്കാഡോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും കത്തി കൊണ്ട് മുറിച്ചെടുത്തു. ഇതിങ്ങനെ പൊളിച്ചെടുക്കുക. വേണ്ടോ, ഇതിൻ്റെ അകത്തൊരു കുരു ഇങ്ങനെ നമുക്ക് പൊളിച്ച് കിട്ടി. ഇനി നമ്മൾ ഈ കുരു എടുത്ത് ഒഴിവാക്കുകയാണ്. കത്തി കൊണ്ട് ഒന്ന് പൂണ്ടിട്ട് അപ്പോൾ നമ്മൾ കുരു എടുത്ത് ഒഴിവാക്കി. ഇതാണ് അവക്കാഡോയുടെ ഉള്ളിലുള്ളത്. പുറത്ത് അത്യാവശ്യം പൊഴുത്തതാണെന്നുണ്ടെങ്കിൽ കറുത്ത് ചെറിയ പച്ചയൊക്കെ ആയിട്ടുള്ള ഒരു തൊലി, അതിൻ്റെ അകത്ത് പച്ച ഒരു വെള്ളമൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറിൽ ഇതിൻ്റെ കാമ്പും. ഇതാണ് നമ്മൾ അവക്കാഡോ. ഇതാണ് നമ്മൾ അവക്കാഡോ. നമ്മളപ്പോൾ ഈ അവക്കാഡോ ഇനി അങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊന്നും കൂടി നോക്കാം. ഈ അവക്കാഡോ ചെറിയൊരു സ്പൂൺ, കത്തിയുടെ ആവശ്യം തന്നെ ഇല്ല, ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൂണ്ടെടുക്കുക. നല്ല പൊഴുത്തതാണ്, നല്ല ബെറ്ററായിട്ട് നല്ല പൊളിപ്പനായിട്ട് പൂണ്ടെടുക്കുക. അപ്പോൾ നമ്മൾ അവക്കാഡോ നമ്മൾ പൊള്ളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ നമ്മൾ അവക്കാഡോ എന്നുള്ളത്. അപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ നല്ല ധൈര്യമായിട്ട് കഴിക്കാം. ഷുഗർ ഇടാതെ അടിച്ചാൽ മതി. കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും തന്നെ ഉള്ളൂ, പക്ഷെ നല്ല ബെറ്റർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഹൃദയം നല്ല തിളങ്ങിയ പ്രവർത്തനം കാഴ്ചവെക്കാനും നമ്മുടെ അവക്കാഡോ ഫ്രൂട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ അവക്കാഡോ ഷേക്ക് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് പഞ്ചസാര ഇടാം. ഞാൻ പറഞ്ഞു ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഷുഗർ ഇടണം. അപ്പോൾ ഞാൻ ഒരു അവക്കാഡോയിലേക്ക് 2 സ്പൂൺ ഷുഗറാണ് ഇടുന്നത്. അപ്പോൾ 3 അവക്കാഡോയിലേക്ക് 6 സ്പൂൺ ഷുഗറാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മൾ അവക്കാഡോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കട്ടപ്പാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവക്കാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കട്ടപ്പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവക്കാഡോ ഷേക്ക് നമ്മൾ അടിക്കാൻ പോവാണ്. മുത്തുമണികളെ, നമ്മളെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബെറ്റർ ആയിട്ടുള്ള അവക്കാഡോ ഷേക്ക് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവക്കാഡോ ഷേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ
ഫ്രണ്ട്സ്, നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൊള്ളിപ്പൻ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ വീട്ടിലടിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ അവക്കാഡോ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ നമ്മൾ 1 കിലോ അവക്കാഡോ കൊണ്ടുവന്നിട്ട് 2 ജ്യൂസ് അടിക്കരുത്. ആ 2 അവക്കാഡോ എടുത്തിട്ട് 4 ജ്യൂസ് അടിക്കാം. ഒരു അവക്കാഡോന്ന് 2 ജ്യൂസ് അടിക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മുറി മതി ഒരു അവക്കാഡോ ജ്യൂസ് അടിക്കാൻ. ഇപ്പം ഞാൻ ഒരൊറ്റ അവക്കാഡോ കൊണ്ടാണ് 3 ജ്യൂസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ മതി. അതിലും കൂടുതൽ പൊഴുപ്പുള്ള അവക്കാഡോ ആണെന്നുണ്ടെങ്കിൽ 3ഉം 4ഉം ഒക്കെ അടിക്കാം ഒരൊറ്റ അവക്കാഡോയിൽ നിന്ന്. അധികമായാലും നമ്മൾ അവക്കാഡോയുടെ ടേസ്റ്റും പോവും. അപ്പോൾ മറ്റൊരു പൊള്ളിപ്പൻ വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ എം ജെ വരുന്നത് വരെ ഗുഡ് ബൈ.